നമസ്കാരം, ഈസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. ഇന്ന് എന്നത്തെ പോലെയും ഒരു ടീച്ചിങ് വീഡിയോ അല്ല നമ്മൾ എടുക്കാൻ പോകുന്നത്. അതായത് ഇപ്പോൾ എക്സാം ഒക്കെ അടുത്ത് വരികയാണ്. അപ്പം ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ ചാപ്റ്ററിൽ നിന്നും ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ സെമസ്റ്റർ 3-ലെ അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് എന്നാണ് ഇന്ന് ഈ വീഡിയോ കൊണ്ട് പറയാൻ പോകുന്നത്. അപ്പം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ തയ്യാറാക്കി വെച്ചതിൽ നിന്നും അവർ ചൂസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കണം ഇങ്ങനെയൊക്കെ വരാം എന്നുള്ളൊരു മുൻധാരണയിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇവിടെ ഞാൻ ചാപ്റ്റർ വൈസ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഓരോ ചാപ്റ്ററിൽ നിന്നും ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ള കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് മൊഡ്യൂളായ പാർട്ണർഷിപ്പ് അക്കൗണ്ട് ആണ്. അപ്പോൾ നമുക്കറിയാം ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എന്ന് പറയുമ്പോൾ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, ദെൻ 2 മാർക്കിൻ്റെ, ദെൻ 4 മാർക്ക്, പിന്നെ 15 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ, അങ്ങനെയാണ് പാറ്റേൺ വരുന്നത്. അപ്പം നമ്മൾ ഇപ്പം പിന്നെ കൊറോണയൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഇപ്പം 6 എണ്ണം എഴുതേണ്ട സ്ഥാനത്ത് സാധാരണ 8 ക്വസ്റ്റ്യനാണ് വരുന്നത്. പക്ഷേ ഇപ്പോൾ അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് തന്നിട്ട് അതിൽ നിന്ന് നമുക്ക് 6 എണ്ണം എഴുതിയുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇഷ്ടംപോലെ ചോയ്സ് കിട്ടും. അപ്പം നമ്മൾ പഠിക്കുന്ന ചാപ്റ്ററിനകത്ത് ഇപ്പോൾ 5 മൊഡ്യൂൾ ഉണ്ടെങ്കിൽ 5 മൊഡ്യൂളും പഠിക്കാത്തൊരു കുട്ടിയെ സംബന്ധിച്ച് ഒരു 3 മൊഡ്യൂൾ മാത്രം പഠിക്കുകയോ അല്ലെങ്കിൽ 2 മൊഡ്യൂൾ കൃത്യമായി പഠിക്കുകയോ ചെയ്താൽ പോലും നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം നമ്മളെ സംബന്ധിച്ച് ഇഷ്ടംപോലെ ചോയ്സ് ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു കാലയളവിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്നത് എത്ര ചാപ്റ്റർ ആയാലും ശരി, ആ പഠിക്കുന്ന ചാപ്റ്റേഴ്സ് മാക്സിമം നമ്മൾ കവർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം അതുപോലെ തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഇപ്പം 5 മൊഡ്യൂൾ ഉണ്ടെങ്കിൽ നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ പ്രയോറിറ്റി ഉള്ള, ഇപ്പം നമുക്കറിയാമല്ലോ ആ ഒരു ചാപ്റ്റർ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും നമുക്ക് മനസ്സിലാവും അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉള്ള ചാപ്റ്ററാണ്. ഇപ്പം നമ്മൾ ഈ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എടുക്കുകയാണെങ്കിൽ തന്നെ അതിനകത്ത് പാർട്ണർഷിപ്പ് അക്കൗണ്ട്, കൺസൈൻമെൻറ്റ്, ജോയിൻറ്റ് വെഞ്ചർ, ബ്രാഞ്ച് അക്കൗണ്ടിങ്, ദെൻ ഡിപ്പാർട്ട്മെൻറ്റ് അക്കൗണ്ടിങ്. അപ്പോൾ ആ ചാപ്റ്ററിൻ്റെ ഓർഡർ പോലെ തന്നെയാണ്, അതേപോലെ പ്രയോറിറ്റി ഉള്ള ചാപ്റ്റേഴ്സാണ്. ഇപ്പോൾ പാർട്ണർഷിപ്പ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അതിൽ നല്ലൊരു എസ്സേക്കുള്ളൊരു ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരാം. പിന്നെ കൺസൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ ആ ചാപ്റ്ററിൽ നിന്നും ഒരുപാട് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് വരാം. കാരണം അത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിങ് വളരെ എളുപ്പമാണ്. കാരണം കൺസൈൻമെൻറ്റ് പഠിച്ച ഒരു കുട്ടിയെ സംബന്ധിച്ച് ബ്രാഞ്ച് അക്കൗണ്ടിങ് പഠിക്കാൻ വളരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ്. ദെൻ ജോയിൻറ്റ് വെഞ്ചറിലും കുറേ മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണെന്നൊക്കെ പറയും. അപ്പോൾ അത് പഠിച്ചാൽ പിന്നെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ 5 ചാപ്റ്ററിലെ തിയറികൾ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. കാരണം നമുക്ക് തിയറി പഠിക്കുമ്പോഴത്തേക്ക് 1 മാർക്ക് 2 മാർക്ക് തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ മാക്സിമം സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം പ്രോബ്ലത്തോടൊപ്പം തന്നെ തിയറിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പം നിങ്ങൾ ഈ 5 മൊഡ്യൂളിൽ ഒരു 3 മൊഡ്യൂളാണ് മാക്സിമം നന്നായിട്ട് പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ 3 മൊഡ്യൂൾ കൃത്യമായി പഠിക്കുക. ഒരു തിയറി ആയാലും പ്രോബ്ലം ആയാലും എല്ലാം പ്രോബ്ലം പ്രത്യേകം ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഒരിക്കലും നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ പ്രോബ്ലം നോക്കിയോ അല്ലെങ്കിൽ വായിച്ചോ പഠിച്ചിട്ട് മനസ്സിലായി എന്ന് കരുതി അടച്ചു വെക്കരുത്. എത്രത്തോളം നമ്മൾ ചെയ്ത് പഠിക്കുക, അതും കണ്ട് ചെയ്യരുത്. നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം തന്നെ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അതും നമ്മൾ പഠിക്കുമ്പോൾ എല്ലാ ഇല്ലുസ്ട്രേഷനും ചെയ്ത് പഠിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഏറ്റവും കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉള്ള ഇല്ലുസ്ട്രേഷൻ എടുക്കുക. അതിൽ 1-2 ഇല്ലുസ്ട്രേഷൻസ് ഏറ്റവും കൂടുതൽ, അതായത് നമ്മൾ ആ ഒരു ടെക്സ്റ്റിൽ ഇപ്പം കൂടിപ്പോയാൽ ഒരു 10 ഇല്ലുസ്ട്രേഷൻ കാണും. അപ്പോൾ ആ 10 ഇല്ലുസ്ട്രേഷനകത്ത് എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും വരുന്നൊരു 3-4 ഇല്ലുസ്ട്രേഷൻ കാണും. അത് മാത്രം നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. അല്ലാതെ ഓരോ ഇല്ലുസ്ട്രേഷനും എടുത്തു വെച്ച് പഠിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ടൈം ഒരുപാടില്ല. അതുകൊണ്ട് എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സുകളും വരുന്ന ഇല്ലുസ്ട്രേഷനുകൾ ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ടെക്സ്റ്റ് നോക്കി അതുപോലെ കണ്ട് എഴുതി പഠിക്കരുത്. അക്കൗണ്ടിങ് പഠിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് നമ്മൾ ക്വസ്റ്റ്യൻ കൂടുതൽ തവണ വായിക്കുക. വായിച്ചതിന് ശേഷം നമ്മൾ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. തെറ്റിക്കോട്ടെ, നമ്മളത് കാര്യമാക്കണ്ട. അങ്ങനെ നമ്മൾ ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ ഈ ടെക്സ്റ്റ് വെച്ചിട്ട് കമ്പയർ ചെയ്യുക. എവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് പറ്റിയത് എന്ന് നമ്മൾ നോക്കിയതിന് ശേഷം നമ്മൾ അത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ച് എന്താണ് തെറ്റെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് നമുക്ക് ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാനും സാധിക്കും. അക്കൗണ്ടിങ് പഠിക്കാനുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ് ഇത്. അപ്പം അതുപോലെ തന്നെ കാണാതെ പഠിക്കുക എന്ന ആ ഒരു രീതി മാറ്റിയെടുക്കാം.
നമ്മൾ ഒരിക്കലും കാണാതെ പഠിക്കാൻ ശ്രമിക്കരുത്. എന്ത് കാര്യവും മനസ്സിലാക്കി പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെയെങ്കിലും അഥവാ ഒരു വേർഡ് നമുക്ക് നമ്മളിപ്പോൾ ഡെഫിനിഷൻ തന്നെയൊക്കെ നമ്മൾ കാണാതെ പഠിക്കും. ഒരു വേർഡ് നമുക്ക് മറന്നുപോയാൽ പിന്നെ മൊത്തത്തിൽ നമ്മുടെ കൈവിട്ടു പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മൾ മനസ്സിലാക്കി പഠിക്കുക, അർത്ഥം മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട. നമ്മളൊരു അക്കൗണ്ടിങ് എന്നല്ല ഏതൊരു സബ്ജക്റ്റ് ആയാലും നമ്മൾ പഠിക്കാൻ നേരത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ച് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്ത് പഠിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ സെലക്റ്റീവായിട്ട് പഠിക്കാൻ ശ്രമിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം. പാർട്ണർഷിപ്പ് അക്കൗണ്ട് ആണ്. ഇപ്പോൾ പാർട്ണർഷിപ്പ് അക്കൗണ്ടിനെ സംബന്ധിച്ച് ഒരുപാട് തിയറി ഉണ്ട്. ആദ്യം എന്താണ് പാർട്ണർഷിപ്പ്, ഡെഫിനിഷൻ, ദെൻ പാർട്ണർഷിപ്പ് ഡീഡ്, ദെൻ പാർട്ണർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ്, അങ്ങനെ പിന്നെ എന്താണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ, അങ്ങനെ ഒരുപാട് തിയറികൾ കടന്നു പോകുന്ന ഒരു ചാപ്റ്ററാണ് പാർട്ണർഷിപ്പ് അക്കൗണ്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ ആ പാർട്ണർഷിപ്പിൻ്റെ ഡെഫിനിഷൻ പഠിക്കുക. ഡെഫിനിഷൻ പഠിച്ചാൽ തന്നെ നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സുകൾ അതിൽ നിന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഒരു ഫീച്ചർ ഒന്നും കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. നമുക്ക് പാർട്ണർഷിപ്പിൻ്റെ ഡെഫിനിഷനിൽ തന്നെ നമ്മളതിൽ പറയുന്നുണ്ട് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള റിലേഷനാണ് എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഫീച്ചർ പറയാം. എന്താണ്, മിനിമം 2 പേര് വേണം ഒരു പാർട്ണർഷിപ്പ് തുടങ്ങാൻ, പിന്നെ എഗ്രിമെൻ്റ് ബേസിലാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഫീച്ചറായിട്ടില്ല. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തിയറികൾ പഠിക്കുമ്പം സെൽഫ് നോട്ട് തയ്യാറാക്കുക. ഓരോ തിയറി നമ്മൾ പഠിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ചെറിയ രീതിയിൽ നോട്ട് തയ്യാറാക്കി വെക്കുക. അപ്പം നമ്മളെ സംബന്ധിച്ച് എക്സാം അടുക്കുമ്പോൾ നമ്മൾ ഈ ടെക്സ്റ്റ് പിന്നെ റിവൈസ് ചെയ്യേണ്ട, നമ്മൾ എഴുതി വെച്ച നോട്ടുകൾ റിവൈസ് ചെയ്താൽ മതി. അപ്പം പാർട്ണർഷിപ്പിനകത്ത് 1 മാർക്ക് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്, ഒന്ന് എന്താണ് പാർട്ണർഷിപ്പ് എന്ന് ചോദിക്കാം, അത് മീനിങ്ങും ചോദിക്കാം, ഡെഫിനിഷൻ ചോദിക്കാം. ഏറ്റവും കൂടുതൽ സാധ്യത ഡെഫിനിഷനാണ്. അപ്പം പാർട്ണർഷിപ്പ് എന്താണ് എന്ന് പഠിച്ചാൽ നമുക്ക് 1 മാർക്കിനാണ് ഡെഫിനിഷൻ ചോദിക്കുന്നതെങ്കിൽ അത് നമുക്ക് കൃത്യമായിട്ടും ലഭിക്കും. ദെൻ റിയലൈസേഷൻ അക്കൗണ്ട് നമ്മൾ പാർട്ണർഷിപ്പിന്റെ ഡിസൊല്യൂഷൻ സമയത്ത് തയ്യാറാക്കുന്ന ഒരു അക്കൗണ്ട് ആണ്. അപ്പോൾ എന്താണ് റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് ചോദിക്കുക. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് റിയലൈസേഷൻ അക്കൗണ്ട് ഏത് നേച്ചറിലുള്ള അക്കൗണ്ട് ആണ് എന്നുള്ളത് നമ്മൾ എഴുതണം. അപ്പം അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ നോമിനൽ അക്കൗണ്ട് നേച്ചറാണ് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം നമ്മൾ അത് പഠിക്കാം. ദെൻ പാർട്ണർഷിപ്പ് ഡീഡ്, ഇതെല്ലാം നമുക്കൊരു 1 വേർഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു 1 സെന്റൻസ് ആയിട്ട് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. എന്താണ് പാർട്ണർഷിപ്പ് ഡീഡ്? നമുക്കറിയാം എഗ്രിമെന്റ് ആണ്. അപ്പം നമ്മൾ അത് നമ്മുടേതായ ഭാഷയിൽ ഒരു സെന്റൻസ് ആയിട്ട് എഴുതി വെച്ചാൽ നമുക്ക് 1 മാർക്ക് ലഭിക്കും. അപ്പോൾ പാർട്ണർഷിപ്പ് ഡീഡ് എന്താണ്? അപ്പോൾ നിങ്ങൾ മാക്സിമം സെന്റൻസ് ആയിട്ട് എഴുതാൻ ശ്രമിക്കുക. പാർട്ണർഷിപ്പ് ഡീഡ് എന്താണ്? ഇപ്പോൾ എഗ്രിമെന്റ് എന്ന് മാത്രം എഴുതി വെച്ചാൽ, റിട്ടേൺ എഗ്രിമെന്റ് എന്ന് മാത്രം എഴുതി വെച്ചാൽ അവിടെ 1 മാർക്ക് കിട്ടുമെങ്കിൽ പോലും നമ്മളൊരു സെന്റൻസ് ആയിട്ട് എഴുതുമ്പോൾ നമുക്കൊരു കുറച്ചും കൂടി ഒരു ചിലപ്പോൾ റിട്ടേൺ എഗ്രിമെന്റ് എന്ന് മാത്രം എഴുതുന്നതിനേക്കാളും ബെറ്റർ ആയിരിക്കും നമ്മൾ ആ ഒരു സെന്റൻസ് ആയിട്ട് എഴുതേണ്ടത്. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ അറിയാം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നുള്ള 1 മാർക്ക് ഓരോ ക്വസ്റ്റ്യനിൽ നിന്നും 1 മാർക്ക് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പം കൂടുതൽ 1 മാർക്കായിട്ട് ചോദിക്കാൻ പറ്റിയ ടേംസുകളാണ് ഇതൊക്കെ. പാർട്ണർഷിപ്പ് എന്താണ്, റിയലൈസേഷൻ അക്കൗണ്ട്, പാർട്ണർഷിപ്പ് ഡീഡ്, ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പം ഇതൊക്കെ ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ടത് പാർട്ണർഷിപ്പിൻ്റെ ഡെഫിനിഷൻ മാത്രമാണ്. ബാക്കിയുള്ളതെല്ലാം എന്താണ് എന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്നതായിട്ടേ ഉള്ളൂ. ദെൻ 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളത്, നമ്മൾ പാർട്ണർഷിപ്പ് ഡെഫിനിഷൻ പഠിച്ചാൽ ആ ഒരു ഡെഫിനിഷനിൽ നിന്ന് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഫീച്ചർ പഠിക്കാമെന്നുള്ളത്. അപ്പം ഡെഫിനിഷൻ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു ഡെഫിനിഷനകത്ത് ഓരോരോ പോയിന്റുകൾ സെൽഫ് നോട്ടായിട്ട് എഴുതി വെച്ചാൽ അത് ഫീച്ചറായിട്ട് മാറും. അപ്പം നമുക്ക് 2 മാർക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. പിന്നെ അതുപോലെ തന്നെ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഗാർണർ വേഴ്സസ് മൊറേ ഡിസിഷൻ എന്നുള്ളത്. അപ്പം അതായത് ഒരു പാർട്ണർ ഇൻസോൾവെന്റ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ബാക്കി പാർട്ട്നേഴ്സുകൾ എങ്ങനെയാണ് ആ നഷ്ടം നികത്തേണ്ടത്. അപ്പം ഗാർണർ വേഴ്സസ് മൊറേ അതിനുള്ള ഡിസിഷൻ അവരെടുത്ത ഡിസിഷൻ നമുക്കത് പഠിക്കാനുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എന്താണ് ആ ഡിസിഷൻ എന്നുള്ള തിയറിയും നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഗാർണർ വേഴ്സസ് മൊറേ അതനുസരിച്ചിട്ടൊരു പ്രോബ്ലം ചെയ്യാനും അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം തിയറി ഞാൻ നേരത്തെ തിയറിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് അക്കൗണ്ടിങ്. അപ്പം നമ്മൾ എന്താണ് ഗാർണർ വേഴ്സസ് മൊറേ പ്രിൻസിപ്പിൾ എന്നുള്ളത് പഠിക്കും. അതും മനസ്സിലാക്കി പഠിക്കുക. കാരണം അവരുടെ ഒരു പാർട്ണർ 3 പേര് ചേർന്ന് പാർട്ണർഷിപ്പ് നടത്തിയപ്പോൾ അതിൽ ഒരാൾ ഇൻസോൾവെന്റ് ആയപ്പോൾ ആ നഷ്ടം ബാക്കി 2 പാർട്ട്നേഴ്സ് എങ്ങനെയാണ് നികത്തിയത് എന്നാണ് അവർ ആ സമയത്ത് എടുത്ത തീരുമാനങ്ങൾ അല്ലെങ്കിൽ ആ സമയത്ത് അവർ ഫോളോ ചെയ്ത പ്രിൻസിപ്പിൾസ് ആണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 2 മാർക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആ 2 മാർക്കും നമുക്ക് ഈസി ആയിട്ട് നേടാൻ പറ്റും. പിന്നെ പറയുന്നത് മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. എങ്ങനെയെല്ലാം ഒരു ഫേം ഡിസോൾവ് ആകും അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഒരു ഫേം അടച്ചുപൂട്ടുന്നത്, അത് നമ്മൾ +2 മുതൽ പഠിക്കുന്ന കാര്യമാണ്. അതും നമ്മൾ കാര്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്.
പിന്നെ 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്, അത് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതിൻ്റെ പ്രോബ്ലം നമുക്ക് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ മാർക്ക് ലഭിക്കുന്നതാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും നമ്മുടെ ഡിഫറൻസ് ടെക്സ്റ്റിൽ കിടപ്പുണ്ട്. അത് നമ്മളൊന്ന് പഠിച്ചു, കാരണം മിക്കവാറും ടെക്സ്റ്റുകളിൽ ഡിഫറൻസസ് കാണും. ആ ഡിഫറൻസസിനെല്ലാം നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കാം. അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് 4 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ 15 മാർക്കിന്റെ എസ്സേ ആയിട്ട് കൂടുതലും ചോദിച്ച് കണ്ടിട്ടുള്ളത് ഗാർണർ വേഴ്സസ് മൊറേ ഡിസിഷൻ പ്രകാരമുള്ള പ്രോബ്ലം ആണ്. അതും ടെക്സ്റ്റിൽ ഒരു 2-3 പ്രോബ്ലംസ് കിടപ്പുണ്ട്. അതിൽ ഏറ്റവും നല്ലൊരു പ്രോബ്ലം നോക്കി നമ്മൾ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇതിനകത്ത് കൂടുതലായിട്ടും തിയറി പോർഷൻ ഒരുപാടുണ്ട്. അതും ഒരു +2 നമ്മൾ കൊമേഴ്സ് പഠിച്ചിട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ പാർട്ണർഷിപ്പ് അക്കൗണ്ട് തിയറിക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മനസ്സിലാക്കി വായിച്ചാൽ. അതുപോലെ നമ്മൾ കൂടുതൽ ടെക്സ്റ്റ് വായിക്കാൻ ശ്രമിക്കുക. അങ്ങനെ വായിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് തിയറി എല്ലാം പെട്ടെന്ന് കിട്ടാവുന്നതേ ഉള്ളൂ. പിന്നൊരു കാര്യം, നമ്മൾ വായിക്കുമ്പോഴെല്ലാം നമുക്ക് അതിൽ നിന്ന് ചെറിയ ചെറിയ പോയിന്റുകൾ എഴുതി വെക്കുക. ആ പോയിന്റിലൂടെ നമുക്ക് എക്സാം ഹാളിൽ നമുക്ക് ചെല്ലുന്ന സമയത്ത് ഈ പോയിന്റുകൾ ഓർമ്മ വന്നാൽ നമുക്ക് അത് നല്ല രീതിയിൽ സെന്റൻസ് ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. പിന്നെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഗാർണർ വേഴ്സസ് മൊറയുടെ ആ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പഠിക്കുക. മാക്സിമം ആയിട്ട് ചെയ്ത് പഠിക്കുക. ഒരിക്കലും ടെക്സ്റ്റ് നോക്കി അതുപോലെ ചെയ്ത് പഠിക്കരുത്. നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം തെറ്റ് എന്താണെന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു തെറ്റ് തിരുത്തി നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പാർട്ണർഷിപ്പ് അക്കൗണ്ടിൽ നിന്നും കൂടുതലായിട്ട് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ്. then അടുത്ത രണ്ടാമത്തെ മൊഡ്യൂളാണ് അക്കൗണ്ടിങ് ഫോർ കൺസൈൻമെന്റ്. അപ്പം ഈ കൺസൈൻമെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ലാത്തതാണ് അല്ലെ. നമ്മൾ ഡിഗ്രിയിൽ ആദ്യം എടുക്കാറും +2 കൊമേഴ്സിലും നമ്മൾ പഠിച്ചിട്ടുള്ളൊരു കാര്യമേ അല്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് പുതിയതായിട്ടൊരു ചാപ്റ്ററാണ്, പരിചിതമില്ലാത്തതാണ്, ഒരുപാട് ടേംസുകളൊന്നും നമ്മൾ കേട്ടിട്ടില്ലാത്തതാണ്. അപ്പം അതിനകത്ത് നമ്മൾ കൺസൈൻമെന്റ് അക്കൗണ്ട് പഠിക്കുമ്പോൾ അത് തന്നെ മനസ്സിലാവും. അത് ഒരുപാട് ടേം, എന്താണ് കൺസൈൻമെന്റ്, എന്താണ്, അതിൽ തന്നെ 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, പ്രൊഫോമ, ഇൻവോയ്സ്, അക്കൗണ്ട് സെയിൽസ്, അങ്ങനെയൊക്കെ ഒരു ഡെൽക്കഡറി കമ്മീഷൻ, ഡെൽക്കഡറി ഏജന്റ്, അങ്ങനെ ഒരുപാട് ടേമുകൾ ആ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ ടേംസ് ആണ് കൺസൈൻമെന്റുമായി റിലേറ്റ് ചെയ്യുന്നത്, ആ ടേംസ് എല്ലാം നമുക്ക് 1 മാർക്കിന് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ കൂടുതൽ ചാൻസ് ഉള്ളത് ഒന്ന് കൺസൈൻമെന്റ് എന്താണെന്നുള്ള ഡെഫിനേഷൻ ചോദിക്കാം. അപ്പോൾ ഡെഫിനേഷൻ പഠിച്ചാൽ നമ്മളെ സംബന്ധിച്ച് ആ മീനിങ് ചോദിച്ചാൽ പോലും നമുക്ക് ആ ഡെഫിനേഷന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു മീനിങ് എഴുതാനും പറ്റും. അപ്പോൾ കൺസൈൻമെന്റ് എന്താണ് എന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ഡെൽക്കഡറി കമ്മീഷൻ, ഡെൽക്കഡറി കമ്മീഷനും ചോദിക്കാം, ഡെൽക്കഡറി ഏജന്റും ചോദിക്കാം. അപ്പം ഡെൽക്കഡറി കമ്മീഷൻ അറിയാവുന്ന ഒരാൾക്ക് ഡെൽക്കഡറി ഏജന്റ് ചോദിച്ചാൽ എഴുതാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. കാരണം ഡെൽക്കഡറി കമ്മീഷൻ എന്തിനാണ് കിട്ടുന്നത്, നമ്മൾ ബാഡ് ഡെപ്റ്റ് കൊണ്ടുണ്ടാവുന്ന ലോസ് കൺസൈന് സ്വയം ഏറ്റെടുക്കുന്നതിന് പകരമായിട്ട് കിട്ടുന്ന എക്സ്ട്രാ കമ്മീഷനാണ്. അപ്പം ഈ ഒരു കമ്മീഷൻ കിട്ടുന്ന ആളാണ് എന്തെന്ന് പറയുന്നത്, ഡെൽക്കഡറി ഏജന്റ്. അപ്പം നമ്മൾ ഡെൽക്കഡറി കമ്മീഷൻ ആയാലും ഡെൽക്കഡറി ഏജന്റ് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ദെൻ പ്രൊഫോമ ഇൻവോയ്സ് എന്താണ്. അപ്പം ഈ 3 കാര്യങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ അതിൽ നിന്ന് ഈ കുറേ ടേം ഉണ്ട്, ആ ടേം എല്ലാം നമ്മൾ വായിച്ച് മനസ്സിലാക്കുക. എന്നാൽ കൂടുതൽ പ്രിഫറൻസ് ഉള്ള കാര്യങ്ങളാണ് ഇത്. പിന്നെ 2 മാർക്കിന് ചോദിക്കാൻ പറ്റുന്നത് അക്കൗണ്ട് സെയിൽസും, ആ അക്കൗണ്ട് സെയിൽസിന്റെ ഒരു ഫോർമാറ്റ് നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. അപ്പോൾ അത് 2 മാർക്കിന് ചോദിച്ചതായിട്ട് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അക്കൗണ്ട് സെയിൽസിൽ ചെറിയൊരു നോട്ട് എഴുതാൻ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ അക്കൗണ്ട് സെയിൽസ് എന്താണ് എന്ന് ചെറിയൊരു മീനിങ് എഴുതുക, അതിനോടൊപ്പം അതിൻ്റെ ഒരു ഫോർമാറ്റും കൂടെ വരച്ചു വെച്ചാൽ നമുക്ക് 2 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. പിന്നെ 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ, നമുക്കറിയാം ഒരുപാട് അഡ്ജസ്റ്റ്മെന്റുകളുള്ള ഒരു ചാപ്റ്ററാണ് കൺസൈൻമെന്റ്. അപ്പോൾ അതിൽ കൺസൈൻമെന്റ് ഏറ്റവും കൂടുതൽ സമയം കൊടുത്ത് കൺസൈൻമെന്റ് പഠിക്കുന്നതാണ് ബെറ്റർ. കാരണം കൺസൈൻമെന്റിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണ്. കാരണം അതിൽ എന്താണ് ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നതുണ്ട്, പിന്നെ ബാഡ് ഡെപ്റ്റ് റിലേറ്റഡ്, ബാഡ് ഡെപ്റ്റ് വന്നാൽ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതുണ്ട്, പിന്നെ എക്സ്പെൻസസ് കൺസൈനി തന്നെ വഹിക്കുകയാണെങ്കിലുള്ള കാര്യം പറയുന്നുണ്ട്, ലോസസ് തന്നെ നോർമൽ ലോസും അതുപോലെ അബ്നോർമൽ ലോസും ഉണ്ട്. അപ്പം ഇതെല്ലാം അഡ്ജസ്റ്റ്മെന്റ്, ഇതെല്ലാം ചോദിക്കാൻ സാധ്യതയുള്ളത് തന്നെയാണ്. എങ്കിൽ പോലും ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 മാർക്കിന് ചോദിച്ചാൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ 4 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എപ്പോൾ പഠിക്കുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു, പ്രോബ്ലം നമ്മൾ പഠിക്കുമ്പോൾ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും ഉള്ള പ്രോബ്ലം മാത്രം നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. കാരണം നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ ആ പ്രോബ്ലം പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇപ്പം ചില പ്രോബ്ലത്തിൽ ക്ലോസിംഗ് സ്റ്റോക്ക് കാണും, അതിൽ ലോസ് കാണും, ദെൻ ബാഡ് ഡെപ്റ്റ് ട്രീറ്റ്മെൻ്റ് ആണ്. ഇതെല്ലാം കൂടെ ഉള്ളൊരു പ്രോബ്ലം പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഇതിനകത്ത് ഏതെങ്കിലും ഒന്നാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് എക്സ്ട്രാ ടൈം കൊടുത്തത് പഠിക്കേണ്ട കാര്യമില്ല. കാരണം ഇതെല്ലാം കൂടെ ഉള്ളൊരു പ്രോബ്ലം പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇതിൽ ഏത് ചോദിച്ചാലും എഴുതാനായിട്ട് സാധിക്കും.
അപ്പോൾ അതുകൊണ്ട് ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. എങ്കിൽ പോലും നമ്മൾ പഠിക്കുമ്പോൾ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും ഉള്ള, അതായത് ഈ നോർമൽ ലോസിൻ്റെ ഒരു പ്രോബ്ലം ആയാലും അബ്നോർമൽ ലോസ് വരുന്നതായാലും, പിന്നെ നമുക്കറിയാം അതിനകത്തുള്ള എല്ലാ പ്രോബ്ലത്തിനകത്തും ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യണം എന്നുള്ളത് അതിൽ പറയുന്നുണ്ട്. പിന്നെ എന്താണ് ഇൻവോയ്സ് പ്രൈസിന് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നതായാലും അതെല്ലാം ഉള്ളൊരു പ്രോബ്ലം നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ 15 മാർക്കിന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചാപ്റ്ററാണ് കൺസൈൻമെൻറ്റ്. കാരണം കൺസൈൻമെൻറ്റിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് 15 മാർക്കിന് ചോദിക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ അബ്നോർമൽ ലോസ് വരുന്ന പ്രോബ്ലം കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കാരണം ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ അബ്നോർമൽ ലോസിൻ്റെ പ്രോബ്ലം നമ്മൾ പഠിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെൻറ്റും കൂടി ഉള്ളൊരു പ്രോബ്ലം, അതായത് അബ്നോർമൽ ലോസ് ആണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു അതിലെ ഏതോ ഒരു ഇല്ലുസ്ട്രേഷൻ 15 or 16 അങ്ങനെ ഏതോ ഒരു ഇല്ലുസ്ട്രേഷൻ എല്ലാം കൂടെ ഉള്ളൊരു പ്രോബ്ലം ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലം പഠിക്കാൻ ശ്രമിക്കാം. അപ്പോൾ കൺസൈൻമെൻറ്റും പാർട്ണർഷിപ്പ് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ്, കൂടുതൽ ടൈം കൊടുത്ത് പഠിക്കേണ്ടുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. അപ്പം നമ്മൾ പഠിക്കുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തിയറിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതുപോലെ പ്രോബ്ലം ചെയ്ത് പഠിക്കുമ്പോൾ എല്ലാം, ഇപ്പം ക്ലോസ് സ്റ്റോക്ക് പഠിക്കാൻ പറയുമ്പോൾ ക്ലോസ് സ്റ്റോക്കിൽ ഒരു പ്രോബ്ലം മാത്രം എടുത്തു വെച്ച് ചെയ്യാതെ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ഉള്ളൊരു പ്രോബ്ലം എടുക്കുമ്പോൾ നമുക്ക് ക്ലോസ് സ്റ്റോക്കും പഠിക്കാൻ സാധിക്കും, ബാക്കിയുള്ള എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും പഠിക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും ഉള്ള 1-2 പ്രോബ്ലം നമ്മൾ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തായിട്ട് നോക്കേണ്ട 3ാമത്തെ മൊഡ്യൂളാണ് ജോയിന്റ് വെഞ്ചർ. ജോയിന്റ് വെഞ്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ജോയിന്റ് വെഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പർട്ടിക്കുലർ പാർട്ണർഷിപ്പാണ് അല്ലേ. അപ്പം അതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ളത് ഒന്ന് എന്താണ് ജോയിന്റ് വെഞ്ചർ എന്നുള്ളതാണ്. അത് ഡെഫിനിഷൻ പഠിച്ചു കഴിഞ്ഞാൽ മീനിങ് ചോദിക്കുമ്പോഴും നമുക്കത് തന്നെ നമുക്ക് എഴുതി വെക്കാനായിട്ട് സാധിക്കും. പിന്നെ മാർക്ക് 2 ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് ജോയിന്റ് വെഞ്ചർ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന 4 മെത്തേഡ് പറയുന്നുണ്ട്. ആ 4 മെത്തേഡ് എന്തൊക്കെയാണ് എന്നൊന്ന് അറിഞ്ഞിരിക്കണം. അതിനകത്ത് സെപ്പറേറ്റ് ബുക്സ്, പിന്നെ ഒരു മാനേജറിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ, അങ്ങനെ 4 മെത്തേഡ്സുകൾ പറയുന്നുണ്ട്, തിയറി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ 4 മെത്തേഡ്സുകൾ പഠിച്ചാൽ നമുക്ക് ഈ ഒരു 2 മാർക്ക് അത് എഴുതാനായിട്ട് സാധിക്കും. പിന്നെ അതിനകത്ത് ഡിഫറൻസ് പറയുന്നുണ്ട്, പാർട്ണർഷിപ്പും ജോയിന്റ് വെഞ്ചറും തമ്മിലുള്ള ഡിഫറൻസും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജോയിന്റ് വെഞ്ചറും കൺസൈൻമെന്റും തമ്മിലുള്ള ഡിഫറൻസ് പറയുന്നത്. അപ്പം നമുക്ക് കൺസൈൻമെന്റും ജോയിന്റ് വെഞ്ചറും പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ സാധ്യത ജോയിന്റ് വെഞ്ചറും അതുപോലെ തന്നെ എന്താണ് കൺസൈൻമെന്റും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാനാണ് സാധ്യത. പക്ഷേ മറ്റേതും കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുന്നത് നന്നായിരിക്കും. പിന്നെ 15 മാർക്കിന് നമുക്ക് 4 മെത്തേഡാണ് ജോയിന്റ് വെഞ്ചറിൽ ഉള്ളതെങ്കിലും കൂടുതൽ ചോദിക്കാൻ സാധ്യത എന്ന് പറയുന്നത് സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സ് മെയിൻറ്റെയിൻഡ് ഫോർ ജോയിന്റ് വെഞ്ചർ ആണ്. അതായത് ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അത് വളരെ എളുപ്പമാണ്, അതാണ് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് ആ ഒരു മെത്തേഡാണ്. പിന്നെ നമുക്ക് മെമ്മോറാണ്ടം മെത്തേഡൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ ഇത് ഇമ്പോർട്ടൻസ് ആയിട്ട് പഠിച്ചതിന് ശേഷം ബാക്കിയുള്ള ജസ്റ്റ് ഒന്ന് നോക്കാനുള്ള സമയം ഉണ്ടെങ്കിൽ നോക്കുന്നതാണ് ബെറ്റർ. പക്ഷേ ഏറ്റവും കൂടുതൽ ഇതിന് മുന്നേ ഒക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളത് ഈ ഒരു മെത്തേഡാണ്, വെൻ സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സ് ആർ മെയിൻറ്റെയിൻഡ് ഫോർ ജോയിന്റ് വെഞ്ചേഴ്സ്. അപ്പോൾ അതിൽ ജോയിന്റ് ബാങ്ക് അക്കൗണ്ടും മറ്റ് ജോയിന്റ് വെഞ്ചേഴ്സിൻ്റെ അക്കൗണ്ടും ഒക്കെ അതിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കൂടുതലായിട്ടൊന്ന് പഠിക്കാൻ ശ്രമിക്കാം. പിന്നെ ജോയിന്റ് വെഞ്ചറിനെ സംബന്ധിച്ച് വളരെ എളുപ്പമാണ് പഠിക്കാൻ. 4 മെത്തേഡ് ഉണ്ട് എന്നേ ഉള്ളൂ. അപ്പോൾ ഈ 4 മെത്തേഡ് 4 രീതിയാണ്. അപ്പോൾ അതിൽ ഓരോ മെത്തേഡ് നമ്മൾ കുറച്ച് സമയം എടുത്ത് നോക്കാൻ പറ്റുമെങ്കിൽ നോക്കാം. പിന്നെ സമയം ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് ഇത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. തിയറി ഒരുപാടുണ്ട്, അപ്പോൾ തിയറിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫറൻസസുകളൊക്കെ നമ്മൾ മാക്സിമം നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഡിഫറൻസ് നോക്കുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് അതെന്താണ് എന്ന് നമുക്ക് പഠിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുന്നത് ജോയിന്റ് വെഞ്ചർ കൺസൈൻമെന്റ് തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കുമ്പോൾ ജോയിന്റ് വെഞ്ചർ എന്താണെന്ന് നമ്മൾ പഠിക്കുന്നു, കൺസൈൻമെന്റ് എന്താണെന്ന് പഠിക്കും. അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്ത് എന്ത് ചോദിച്ചാലും നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ ഡിഫറൻസ് പഠിച്ചുകൊണ്ട് ഡിഫറൻസ് മാത്രമേ എഴുതാൻ പറ്റൂ എന്നൊന്നുമല്ല. ഇപ്പം നമ്മുടെ അടുത്ത് ജോയിന്റ് വെഞ്ചറിനെ പറ്റി ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് ആ ഡിഫറൻസ് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അതിൻ്റെ പോയിന്റ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോയിന്റ് വെഞ്ചർ എന്താണ് എന്നൊരു ഷോർട്ട് നോട്ട് എഴുതാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് പഠിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഡിഫറൻസ് ഒക്കെയാണ് പഠിക്കുമ്പോൾ നമ്മൾ ആ പോയിന്റുകൾ നല്ല കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ ചെറിയ കാര്യമാണ് പഠിക്കുന്നതെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് തിയറി പോർഷനൊക്കെ കൂടുതലായിട്ട് എഴുതാൻ സാധിക്കും. പിന്നെ ഈ മെത്തേഡ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചേ സാധിക്കൂ. കാരണം മെത്തേഡ്സ് ചോദിക്കുമ്പോൾ നമ്മൾ ആ മെത്തേഡ്സ് തന്നെ എഴുതാൻ ശ്രമിക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കിയാൽ നമ്മുടേതായ രീതിയിൽ എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് ഓൾമോസ്റ്റ് നമ്മുടെ ജോയിന്റ് വെഞ്ചറിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള പോർഷൻസ്. അടുത്ത മൊഡ്യൂൾ എന്ന് പറയുന്നത് 4ാമത്തെ മൊഡ്യൂളാണ്, ബ്രാഞ്ച് അക്കൗണ്ടിങ് ആണ്. ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ളത് കുറേ തിയറീസ് ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ബ്രാഞ്ച് അക്കൗണ്ടിങ് എന്ന് ചോദിക്കാം. പിന്നെ അതിനകത്ത്
അതിനകത്ത് ടൈപ്സ് ഓഫ് ബ്രാഞ്ചിനകത്ത് പറയുന്നുണ്ട് ഡിപ്പെൻഡൻറ്റ്, ഇൻഡിപെൻഡൻറ്റ്, ഫോറിൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ചോദിക്കാം. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് എന്താണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്, ഫോറിൻ ബ്രാഞ്ച് എന്താണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് എന്താണ് എന്ന് അറിയാവുന്ന ഒരാൾക്ക് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് എന്താണെന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ്. കാരണം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച്. പിന്നെ അതുപോലെ ഫോറിൻ ബ്രാഞ്ച് എന്താണെന്ന് ചോദിക്കും. ദെൻ ക്യാഷ് ഇൻ ട്രാൻസിറ്റും ഗുഡ്സ് ഇൻ ട്രാൻസിറ്റും ഉണ്ട്. അപ്പം ക്യാഷ് ഇൻ ട്രാൻസിറ്റും ഗുഡ്സ് ഇൻ ട്രാൻസിറ്റും നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിനകത്ത് ജേണൽ എൻട്രി, അത് റിലേറ്റ് ചെയ്യുന്ന ജേണൽ എൻട്രി ഉണ്ട്. അതും കൂടി പഠിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ 2 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് അതും കൂടി എഴുതിയാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയുമാണ് 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. ദെൻ 2 മാർക്കിന് ചോദിക്കാൻ അതിനകത്ത് ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിനകത്ത് അതിൻ്റെ ബ്രാഞ്ചിൻ്റെ ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഫീച്ചേഴ്സിൽ വരുന്ന പോയിന്റ്സുകൾ തന്നെയാണ് നമ്മൾ ഇമ്പോർട്ടൻസിനകത്തും കൂടുതലായിട്ട് പറയുന്നത്. അപ്പം 2 മാർക്കിന് അത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ 4 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ബ്രാഞ്ചും ഡിപ്പാർട്ട്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് അതിൽ പറയുന്നുണ്ട്. അത് 4 മാർക്കിന് ചോദിക്കാം. പിന്നെ അതിനകത്ത് മെത്തേഡുകളിനകത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ളത് സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റർ സിസ്റ്റമാണ്. നമ്മൾ ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, എങ്കിലും ഇതുവരെ ചോദിച്ച് കണ്ടിട്ടുള്ളതും നമുക്ക് കുറച്ച് പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ആണ് എന്ന് തോന്നിക്കുന്നതുമായിട്ടുള്ള ഒരു മെത്തേഡ് സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റർ സിസ്റ്റം തന്നെയാണ്. അപ്പോൾ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അപ്പോൾ നമുക്കറിയാം സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റർ സിസ്റ്റം എടുക്കുമ്പോൾ തന്നെ അറിയാം അതിനകത്ത് ഒരുപാട് അക്കൗണ്ടുകളുണ്ട്. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒത്തിരി അക്കൗണ്ട്സ് ഉണ്ട്. അപ്പോൾ വളരെ എളുപ്പമാണ് ആ മെത്തേഡ്, കാരണം നമ്മളൊന്ന് മനസ്സിലാക്കി പഠിക്കണമെന്ന് മാത്രം. അപ്പം അതിന് കൂടുതൽ കാരണം ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് പിന്നെ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റർ സിസ്റ്റം. അതുകൊണ്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ബ്രാഞ്ച് അക്കൗണ്ടിനെ സംബന്ധിച്ചിടത്ത് ഒരുപാട് തിയറീസ് പറയുന്നുണ്ട്. അതെല്ലാം നന്നായിട്ട് നോക്കിയാൽ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നും നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നൊരു കാര്യം, നമ്മൾ തിയറി പഠിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഓരോ കാര്യങ്ങൾക്കും സമയം സ്പെൻഡ് ചെയ്യാതെ ഇപ്പം ഫീച്ചേഴ്സ് പഠിക്കുമ്പോൾ ഫീച്ചേഴ്സും ഇമ്പോർട്ടൻസും രണ്ടും കൂടെ കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം ഇപ്പോൾ ഫീച്ചറാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് ആ ഇമ്പോർട്ടൻസ് അതിൻ്റെ ബേസിസിൽ എഴുതാൻ പറ്റും. ഇമ്പോർട്ടൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് ഫീച്ചേഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബേസിസിൽ എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ തിയറിയെ സംബന്ധിച്ച് തിയറി പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കി എപ്പോഴും നോട്ട്, നമ്മുടേതായ ഒരു ചെറിയ നോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോവാണ് എന്നുണ്ടെങ്കിൽ ഏത് ചാപ്റ്ററും എങ്ങനെയൊക്കെ ചോദിച്ചാലും നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. പിന്നെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് പ്രോബ്ലത്തിനാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ ഒരു ടെക്സ്റ്റിൽ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം നമ്മളുടേതായ രീതിയിൽ ചെയ്ത് പഠിക്കുക. അതിനുശേഷം ചെയ്ത് നോക്കിയതിന് ശേഷം ഇപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല, തെറ്റിപ്പോകാം. തെറ്റുമ്പോൾ നമ്മൾ ആ തെറ്റിയത് എന്തുകൊണ്ടാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ഒരിക്കലും നമ്മൾ മറക്കില്ല. അപ്പോൾ അക്കൗണ്ടിങ് എല്ലാം തന്നെ ചെയ്ത് പഠിക്കുകയാണ്, കുറച്ച് സമയം കണ്ടെത്തി ചെയ്ത് തന്നെ പഠിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഓർമ്മ കിട്ടത്തുള്ളൂ. അല്ല നമ്മൾ അക്കൗണ്ടിങ് ഒക്കെ നോക്കി പഠിക്കുമ്പോൾ ഒരു പക്ഷേ അന്നേരം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത്രയേ ഉള്ളോ കാര്യം എന്ന് നമ്മൾ അന്നേരം ചിന്തിക്കും. പക്ഷേ എക്സാം ഹാളിൽ വരുമ്പോൾ നമുക്ക് ആ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് പോലും ഓർമ്മ വരാത്ത ഒരവസ്ഥയിലോട്ട് എത്തും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ചെയ്ത് തന്നെ പഠിക്കുക. കോളം വരച്ച് കോളത്തിനകത്ത് പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, അങ്ങനെ എന്തൊക്കെയാണ് എഴുതേണ്ടത് അതെല്ലാം എഴുതി നമ്മൾ നല്ല രീതിയിൽ തന്നെ എഴുതി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അല്ലാതെ കാരണം നമുക്കാണ് എക്സാം, നമുക്കാണ് മാർക്ക് വേണ്ടുന്നത്. അപ്പോൾ ആ ഒരു ബോധ്യത്തോടുകൂടി നമ്മൾ മറ്റുള്ളവരെ ബോധിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കബളിപ്പിക്കാനോ, അപ്പോൾ നമ്മൾ വിചാരിക്കും എങ്ങനെ എഴുതിയാലും മതി, നോക്കുന്നവർ എങ്ങനെയും നോക്കട്ടെ, അല്ലെങ്കിൽ നോക്കുന്നവർ മാർക്കിട്ട് തരട്ടെ എന്നൊന്നും പറഞ്ഞ് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക, എന്നാൽ മാത്രമേ നമുക്ക് മാർക്ക് ലഭിക്കത്തുള്ളൂ. അപ്പം നേരത്തെ പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ ഈ 3 ചാപ്റ്റർ നന്നായിട്ട്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ 3 ചാപ്റ്റേഴ്സുകൾ മാത്രം പഠിക്കുന്ന ഒരാളാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാം, 2 ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാം. ഇല്ല 4 ചാപ്റ്ററാണ് പഠിക്കുന്നതെങ്കിൽ 4 ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടും പഠിക്കുക, ആ ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാ 5 മൊഡ്യൂളും പഠിക്കണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ എവിടെ വരെയാണോ പഠിക്കുന്നത് ആ പഠിക്കുന്ന കാര്യങ്ങൾ അത്രയും നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്ത ലാസ്റ്റ് മൊഡ്യൂളായ 5ാമത്തെ മൊഡ്യൂളാണ് ഡിപ്പാർട്ട്മെൻറ്റ് അക്കൗണ്ടിങ്. ഡിപ്പാർട്ട്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നതാണ് ഇത്രയും മൊഡ്യൂളിൽ ഏറ്റവും എളുപ്പമുള്ള മൊഡ്യൂൾ. കാരണം എസ്ഐക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ട്, വളരെ എളുപ്പമാണ്. അതിനകത്ത് പിന്നെ തിയറീസ് ചോദിക്കാനാണെങ്കിൽ എന്താണ് ഡിപ്പാർട്ട്മെൻറ്റ് അക്കൗണ്ടിങ്, എന്താണ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളത് തിയറി ചോദിക്കാം, 1 മാർക്കിൽ 2 മാർക്കിനൊക്കെ ചോദിക്കാം. പിന്നീട് ചോദിക്കാൻ സാധ്യത ഉള്ളത് എന്ന് പറയുന്നത് ഫീച്ചേഴ്സ് ഒക്കെ പറയുന്നുണ്ട്. എങ്കിലും പ്രോബ്ലത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ എസ്ഐക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരുപാട് ചോയ്സസ് ഒക്കെ ഉള്ള ഈ ഒരു സാഹചര്യത്തിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അതിൻ്റെ പ്രോബ്ലത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക, അതിനോടൊപ്പം തിയറിയും വായിച്ച് മനസ്സിലാക്കി വെക്കുക.
നോക്കുക. പിന്നെ ഡെഫിനിഷനൊക്കെ നമ്മൾ മാക്സിമം പഠിച്ച് വെക്കുക. ഈ പറഞ്ഞ 5 മൊഡ്യൂളിനകത്ത് 5 ഡെഫിനിഷൻ ഉണ്ട്. അപ്പോൾ ഈ 5 ഡെഫിനിഷൻസും നന്നായിട്ട് പഠിച്ച് വെക്കാനാണ് ശ്രദ്ധിക്കുക. കാരണം ഡെഫിനിഷൻ ഒരിക്കലും നമുക്ക് നമ്മുടേതായ രീതിയിൽ എഴുതാൻ പറ്റത്തില്ല. അത് പഠിച്ച് തന്നെ പറ്റും. ഓരോരുത്തർ ഡിഫൈൻ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഓരോ ആക്ടിനകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കയ്യിൽ നിന്നിട്ട് എഴുതാൻ സാധിക്കും. അപ്പോൾ ഡെഫിനിഷൻ ഈ 5 മൊഡ്യൂളിനകത്തും വരുന്ന ഡെഫിനിഷൻസ് നന്നായിട്ട് പഠിക്കാം. ദെൻ ഡിപ്പാർട്ട്മെൻറ്റ് അക്കൗണ്ടിങ്ങിനകത്ത് പ്രത്യേകിച്ച് പറയാമെന്ന് പറഞ്ഞാൽ പ്രോബ്ലം ആണ്, പറഞ്ഞല്ലോ, പ്രോബ്ലം ആണ് കൂടുതലായിട്ട് പഠിക്കേണ്ടത്. കാരണം വളരെ എളുപ്പമായിട്ടുള്ള പ്രോബ്ലംസ് ആണ്, നമുക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ ചെയ്ത് പഠിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ മനസ്സിലാവത്തില്ല, മൊത്തത്തിൽ ആകെ ബ്ലാങ്ക് ആവും. പക്ഷെ നമ്മൾ ഒന്ന് പഠിച്ചതിന് ശേഷം നമ്മൾ തന്നെ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലാവും. അപ്പം ഈ 5 മൊഡ്യൂളിനകത്ത് 5 മൊഡ്യൂളും പഠിക്കാൻ സാധിക്കുമെങ്കിൽ അത്രയും നല്ലത്. ഇല്ലാത്ത അവരെ പറ്റി ഇപ്പോൾ ചിലരുണ്ടല്ലോ എക്സാം അടുക്കെയായിരിക്കും പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്താണോ പഠിക്കുന്നത് അത് നന്നായി പഠിക്കുക. ഓരോ ചാപ്റ്ററും ചുമ്മാ അവിടെ ഇവിടെയൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഒരു മാർക്കും കിട്ടാതായി പോകും. അപ്പം ആദ്യത്തെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ആദ്യത്തെ ചാപ്റ്റേഴ്സിന് തന്നെയാണ്. കാരണം അതിനെ സംബന്ധിച്ച് പാർട്ണർഷിപ്പ് ആയാലും കൺസൈൻമെൻറ്റ് ആയാലും ജോയിൻറ്റ് വെഞ്ചറൊക്കെ ആയാൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൽ കൺസൈൻമെൻറ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, പാർട്ണർഷിപ്പ് അതുപോലെ ഗാർണർ വേഴ്സസ് മൊറയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രോബ്ലംസുകൾ ചെയ്യുമ്പോൾ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും കൂടെ ഉള്ള പ്രോബ്ലംസ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക.